തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ നിറസാന്നിധ്യവുമായി വീണ്ടും നടി തൃഷ കൃഷ്ണൻ. വെള്ളിയാഴ്ച ചെന്നൈയിലെ ഫോർട്ട് സെന്റ് ജോർജിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ് തൃഷയും പങ്കെടുത്തത്. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പതാക ഉയർത്തുന്ന ചടങ്ങിന് മുന്നോടിയായി തൃഷ മുൻനിരയിൽ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മഞ്ഞ നിറത്തിലുള്ള സാരിയും മുല്ലപ്പൂവിന്റെ ഗർജവും അണിഞ്ഞാണ് തൃഷ ചടങ്ങിനെത്തിയത്. മുഖ്യമന്ത്രി വിജയ് എത്തുന്നതിനായി കാത്തിരിക്കുന്ന തൃഷയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ അമ്മ ഉമാകൃഷ്ണനൊപ്പം എത്തിയ തൃഷ വിജയിന്റെ മാതാപിതാക്കളായ എസ് ചന്ദ്രശേഖർ, ശോഭ ചന്ദ്രശേഖർ എന്നിവരുടെ അടുത്ത് ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും കാണാം. പരേഡിനിടെ വിജയെ തൃഷ സല്യൂട്ട് ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം വിജയ് ആദ്യമായാണ് സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തിയത്. ഈ ചരിത്ര നിമിഷം കാണാൻ പൊതുജനങ്ങളും വലിയ തോതിൽ എത്തിയിരുന്നു. പതിവ് പോലെ കോട്ടും സൂട്ടും ധരിച്ചാണ് മുഖ്യമന്ത്രി വിജയ് ചടങ്ങിൽ പങ്കെടുത്തത്. പോലീസ് പരേഡ് വീക്ഷിക്കുന്നതിനായി തുറന്ന ജീപ്പിൽ വിജയ് എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാനെത്തിയ ജനങ്ങൾ ആവേശത്തോടെ കൈവീശി സ്വീകരിച്ചു. ഇക്കഴിഞ്ഞ മെയിൽ നടന്ന വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും സമാനമായ ഒരു ശ്രദ്ധ തൃഷ നേടിയിരുന്നു. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ തൃഷ മുൻനിരയിലാണ് ഇരുന്നത്. ഇരിപ്പിടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖരനെ തൃഷ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തതും അത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. അതേസമയം അടുത്തിടെ വിജയുടെയും തൃഷയുടെയും വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ഗോസിപ്പുകളും നിരവധി അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം പ്രചാരണങ്ങളോട് ഇരുവരും ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഏറെ കാലമായി തുടരുന്ന ഇവരുടെ സൗഹൃദം ആരാധകർക്കിടയിൽ ചർച്ചയായതുമാണ്. വിജയുമായി ഏറെ നാളായി അകന്നു കഴിയുന്ന ഭാര്യ സംഗീത സ്വർണലിംഗവുമായി ബന്ധപ്പെട്ട വിവാഹമോചന നടപടികളുടെ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഈ ചർച്ചയ്ക്ക് വീണ്ടും ശക്തി കൂടിയിരുന്നു. എന്നാൽ അടുത്തിടെ സംഗീത വിവാഹമോചന ഹർജി പിൻവലിച്ചതോടെ കുടുംബവുമായി താരം ഒന്നിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് വീണ്ടും വിജയ് പങ്കെടുത്ത സുപ്രധാനമായ ചടങ്ങിൽ തൃഷയുടെ സാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. ഭാര്യ സംഗീതയോ മക്കളോ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. തൃഷയുടെ വരവ് വീണ്ടും വിജയുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ജയലളിതയുടെ പദ്ധതികൾ തുടരുമെന്നും സംസ്ഥാനങ്ങളുടെ അവകാശം കവരാൻ കേന്ദ്രം ശ്രമിച്ചാൽ എതിർക്കുമെന്നും രാഷ്ട്രീയ പ്രഖ്യാപനമാണ് വിജയ് നടത്തിയത്. TVK അധികാരത്തിലെത്തിച്ച അഴിമതി വിരുദ്ധ മുദ്രാവാക്യത്തിൽ ഊന്നി മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അഴിമതി ഇല്ലാതാക്കാൻ ഉദ്യോഗസ്ഥരും ജനങ്ങളും സഹകരിക്കണം. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമുള്ള പ്രധാന ദിവസം വിശിഷ്ട അതിഥികൾക്കിടയിൽ ശ്രദ്ധ നേടി നടിയും സുഹൃത്തുമായ തൃഷ. മുൻനിരയിൽ വിജയുടെ അച്ഛനമ്മമാർക്കും മറ്റു കുടുംബാംഗങ്ങൾക്കുമൊപ്പം തൃഷയും ഉണ്ടായിരുന്നു. കൂടാതെ തൃഷയ്ക്കും അമ്മയ്ക്കും പ്രത്യേക സീറ്റ് ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പരേഡിനിടെ വിജയ് സുഹൃത്തിനും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും സല്യൂട്ട് നൽകിയതും വൈറൽ മൊമെന്റായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം തമിഴകത്ത് ഒരു ആഞ്ഞു വീശുകയാണ് വിജയ് തൃഷ കോംബോ.